ചില ആൾക്കാർ സ്വന്തം ഭാര്യന്റെ മുമ്പിൽ നിന്നൊക്കെ വഷളാക്കി വിടും ഉമ്മാന. അല്ലോ, അതിന്റെ ഒക്കെ ശിക്ഷ എങ്ങനെയാ പറയാ? അവരെ കരുണയോടെ നോക്കുന്നത് തന്നെ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയാണ്. ആ ഉമ്മ പോയാൽ തീർന്നു. പിന്നെ യൂട്യൂബിൽ പ്രസംഗം ഉമ്മാനെ കുറിച്ച് കേട്ടിട്ട് കരയാന്നല്ലാണ്ട് വേറെ പരിഹാരമൊന്നും ഉണ്ടാവില്ല. ഉമ്മ ഉള്ള കാലത്ത് ഈ കൂലി മുഴുവനും വാരിക്കൂട്ടണം. നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തെ മുഴുവൻ ലൈറ്റും നമ്മുടെ കണ്ണിലുണ്ട്. ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനിയൊരു ലൈറ്റും നമ്മുടെ കണ്ണിലില്ല എന്നാണ്. വീട്ടിലെ CFL ഓഫാക്കി എന്നല്ല, സൂര്യന് അസ്തമിച്ച പോലെയാണ്. ഇനി ഒരു പ്രശ്നം ആരോടെ പറയാ? ഒരു തണുപ്പുള്ള കൈ നമ്മുടെ നെറ്റിത്തടത്തിൽ വന്നിട്ട് പേടിക്കേണ്ട മോനും ഉമ്മയില്ലേ മോനിക്ക്, ഇങ്ങനെ പറയാൻ ഒരാളുണ്ടാകുന്ന അത്ര കാവൽ നമുക്ക് വേറെ എവിടെ കിട്ടും? വേറെ ആരോടാ ഇത് പറയാ? പനിയൊക്കെ വന്ന കാലത്ത്, കുഞ്ഞിളം കാലത്ത് ഉമ്മ ഇടക്കിടേ വരും നമ്മുടെ അടുത്ത്. നെറ്റിയിൽ ഇങ്ങനെ തൊടും. കുറവുണ്ടാവാന് അന്ന് രാത്രി ഒരു തരി ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവും. അതിന് ഉമ്മക്ക് ഉറക്കം കിട്ടും. സ്കൂളിലൊക്കെ അയക്കുന്ന കാലത്ത് ദോശയൊക്കെ പാചകം ചെയ്യുമ്പോൾ ഒരു ദോശ ചുട്ട് വേഗം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് ദമോനെ കറി ഒഴിക്കും. അപ്പൊ ഉമ്മ ഇങ്ങനെ നടന്നിട്ട് ചുടുമ്പോ വിഷമാന്നല്ലോ.